നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോകരുതെന്ന്. എന്നിട്ടും പണി വാങ്ങിക്കൊണ്ട് കിടക്കുന്നത് കണ്ടില്ലേ? അനുവിൻ്റെ കിടപ്പ് നോക്കി ദേഷ്യത്തിൽ പല്ല് കടിച്ചുകൊണ്ട് കോശി പറഞ്ഞു കേട്ടതും അവൾ കണ്ണ് നിറച്ചുകൊണ്ട് അയാളെ നോക്കി. ഞാൻ ഞാൻ നന്നായി കണ്ടതാണ് പാപ്പയെ. എറിക് അയാളെന്നെ പിടിച്ച് താഴെ തള്ളിയതാണ്, അവൾ സങ്കടത്തോടെ പറഞ്ഞു. അങ്ങനെ ചെയ്തെങ്കിൽ കണക്കായിപ്പോയി. തൽക്കാലം ആയുസിന് കുഴപ്പമൊന്നും പറ്റാതെ കൈക്കും കാലിനും മാത്രമേ പരിക്ക് പറ്റിയുള്ളൂ സമാധാനിക്കാം. അവളുടെ കെട്ടിവെച്ച കൈക്കും കാലിലേക്കും നോക്കി കോശിട്ട് നെടുവീർപ്പോടെ പറഞ്ഞു. ഒരപ്പനാണെന്ന് പറഞ്ഞിരിക്കുന്ന നിങ്ങളെ ഞാൻ എന്ത് ചെയ്യണം? ഇങ്ങനെയാണോ അവളോട് പറയേണ്ടത്? നമ്മുടെ മോളോട് ഇങ്ങനെ കാണിച്ച അയാളെ തിരികെ രണ്ടടിയെങ്കിലും നിങ്ങൾ കടിച്ചുകൂടെ? അനുവിൻ്റെ അമ്മ അമർഷത്തോടെ കോശിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അഡ്രസ്സും കാര്യങ്ങളുമെല്ലാം ഞാൻ പറഞ്ഞു തരാം. തൽക്കാലം മോൾക്ക് വേണ്ടി നീ പോയി ചോദിക്കുക. നിന്റെ മോൾ ഇത്രയും വഷളാകാൻ കാരണം നിന്റെ വളർത്തുദോഷമാണല്ലോ. അപ്പോൾ അവൾക്ക് വേണ്ടി ചോദിക്കാനുള്ള ഉത്തരവാദിത്വം നിനക്ക് തന്നെയാണ്. കോശി ദേഷ്യത്തിൽ പറഞ്ഞു കേട്ടും അവർ പിന്നെയൊന്നും മിണ്ടിയില്ല. എനിക്ക് ആരോടും പകരമൊന്നും ചോദിക്കേണ്ട പാപ്പേ. അയാൾ ഇനിയും എന്നെ ഇങ്ങനെ ഉപദ്രവിക്കാതിരുന്നാൽ മതിയായിരുന്നു. അനു ദേഷ്യം മുഖത്ത് വരുത്താതെ പറഞ്ഞുകൊണ്ട് കണ്ണുകൾ അടച്ചു കിടന്നു. അപ്പോഴും അവളുടെ മനസ്സിൽ നിറഞ്ഞത് തന്നെ ദേഷ്യത്തിൽ ചവിട്ടി താഴെ കിടന്ന എറിക്കിൻ്റെ മുഖമായിരുന്നു. ഇനി എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ കുടുംബം തകർക്കാതെ ഞാൻ അടങ്ങിയിരിക്കില്ല, അനു മനസ്സിൽ പറഞ്ഞുകൊണ്ട് അമർഷത്തോടെ കിടന്നു. ആ, ഇതാരാ വരുന്നത്? കയറി വാ. എല്ലാവരും കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഹാളിലിരിക്കുമ്പോഴാണ് അവിടേക്ക് വിഷ്ണുവും ശീതളും കയറി വന്നത്. ആ വിഷ്ണുവേട്ടാ, അവനെ കിടന്നും ദിച്ചു ചിരിയോടെ വിളിച്ചു. ഞങ്ങൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് അറിഞ്ഞത് ദിച്ചു ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പം പിന്നെ എന്തായാലും ഇവിടെ വരാമെന്ന് കരുതി. വിഷ്ണു അവളെ നോക്കി ചിരിയോടെ പറഞ്ഞു. വീടെങ്ങനെ കണ്ടുപിടിച്ചു? ദേവനൊരു ചിരിയോടെ വിഷ്ണുവിനോട് ചോദിച്ചു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ തിരക്കിയിരുന്നു ചേട്ടാ, അവരാണ് പിന്നെ ഇവിടുത്തെ അഡ്രസ്സ് തന്നത്. വിഷ്ണു പറഞ്ഞു കേട്ട് ദേവൻ തല കുലുക്കി. ആരും വന്നില്ലേ? ശീതൾ ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് സംശയത്തോടെ ചോദിച്ചു. ആ, വരാൻ സമയമാകുന്നേടൂ, എന്തായാലും ഉടനെ എത്തും. ശീതളും മറുപടി പറഞ്ഞത് ലക്ഷ്മിയായിരുന്നു. ആ സമയം തന്നെയാണ് ജോയും ആര്യനും ശ്രീയും കൂടി അകത്തേക്ക് കയറി വന്നത്. അവിടെ ശീതളിനെ കണ്ടതും ആര്യൻ മുഖം ഒന്ന് കോട്ടി. അതെല്ലാവരും കാണുകയും ചെയ്തു. വിഷ്ണു നേരെ ഇങ്ങോട്ടാണ് വരുന്നതെന്ന് ഞങ്ങളോട് പറഞ്ഞുകൂടായിരുന്നോ? അങ്ങനെയായിരുന്നെങ്കിൽ ഒരുമിച്ച് വരാമായിരുന്നല്ലോ. അവരെ വീട്ടിൽ കണ്ടതും ശ്രീ സൗഹൃദത്തോടെ ചോദിച്ചു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയതാണ് സാർ. അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ദച്ചു ഡിസ്ചാർജ് ആയിന്ന്. വിഷ്ണു പറഞ്ഞു കേട്ടതും ശ്രീ ഒന്ന് മോളി. എങ്ങനെയുണ്ട് ദച്ചുടാ? വീട്ടിലെത്തിയപ്പോൾ സന്തോഷമായോ? ദച്ചുവിൻ്റെ അടുത്തിരുന്നുകൊണ്ട് ശ്രീ അവളുടെ കവിളൊന്ന് കുത്തിക്കൊണ്ട് ചോദിച്ചു. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഒരാശ്വാസമായത് ശ്രീയേട്ടാ. എങ്കിൽ നിങ്ങളെല്ലാവരും സംസാരിച്ചിരിക്കുക, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ശ്രീ വിഷ്ണുവിനെയും ശീതളിനെയും നോക്കിക്കൊണ്ട് അവൻ്റെ റൂമിലേക്ക് പോയി. ഞാൻ ഇവിടേക്കൊന്ന് കണ്ടോട്ടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിന് എതിർപ്പുണ്ടോ? ശീതൾ വീട് മുഴുവനും ഒന്ന് ഓടിച്ചു നോക്കിക്കൊണ്ട് ലക്ഷ്മിയോട് ചോദിച്ചു. അതിനെന്താ മോളെ, മോള് പോയി കണ്ടിട്ട് വാ. ലക്ഷ്മി പറഞ്ഞു കേട്ടതും അവളൊന്ന് തല കുലുക്കി. ആരിനൊന്നും കൂടെ വരുമോ? അവൾ അവനെ നോക്കിയൊരു പരങ്ങലോട് ചോദിച്ചു. അതിനെന്താ, അവൻ വരും. ആര്യാ, മോനൊന്ന് ഈ കുട്ടിക്ക് നമ്മുടെ വീടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക്. പൊക്കോ, നീ വരുമ്പോഴേക്കും ഞാൻ കുടിക്കാൻ ചായ എടുക്കാം. ആലീസ് പറഞ്ഞു കേട്ട് എതിർത്തൊന്നും പറയാതെ ആര്യൻ അവളെ ഇന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു. അവർ എന്തായാലും പോയിട്ട് വട്ടെ, വിഷ്ണുവേണ്ണ ഇരിക്കുക, എന്നിട്ട് കോളേജിൻ്റെ വിശേഷം എല്ലാം പറ. ദച്ചു പോന്ന് നോക്കി അടുത്തിരിക്കുന്ന വിഷ്ണുവിനോട് ചോദിച്ചു. അവിടെ പ്രത്യേകിച്ച് എന്ത് വിശേഷം? ക്ലാസ്സും പഠിപ്പുമായിട്ട് ഇങ്ങനെ പോകുന്നു. വിഷ്ണു ഒന്ന് ചിരിച്ചു. ഞാൻ ഇത്രയ്ക്ക് സംസാരിച്ചിട്ടും ആര്യൻ മാത്രം എന്താ ഒന്നും മിണ്ടാതെ നടക്കുന്നത്? ആ കാര്യത്തിന് ഞാൻ എത്ര വട്ടം നിന്നോട് സോറി ചോദിച്ചു, എന്നിട്ടും പഴയ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് എന്നോടും മിണ്ടാതെ നടക്കുന്നത് ശരിയായ കാര്യമാണോ? ശീതളൊരു പരിഭവത്തോടെ ചോദിച്ചു. എനിക്ക് പഴയ കാര്യം പറയാൻ താല്പര്യമില്ല. നീ വെറുതെ ആ കാര്യം എടുത്തിട്ടടാ. വീട് കാണാൻ വന്നതല്ലേ, അത് കാണ്. ആരും താല്പര്യമില്ലാതെ പറഞ്ഞു. എന്താരിയത്? ഇനിയെങ്കിലും എന്നോടൊന്ന് ക്ഷമിച്ചൂടെ നിനക്ക്? ഒന്ന് ടീച്ചർ പിടിച്ചപ്പോൾ വേറെ വഴിയില്ലാതെ നിന്റെ പേര് പറഞ്ഞു പോയതാണ്. നീ ആ ഗീതവിനെ ലൈൻ ഇട്ടുകൊണ്ടായിരുന്നു കാര്യമൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. അവൾ സങ്കടത്തോടെ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞില്ലേ, ഇനി അതിനെക്കുറിച്ച് പറയേണ്ട കാര്യം എന്താ? തൻ്റെ കയ്യിൽ നിന്നും അവളുടെ കൈ എടുത്തു മാറ്റി. അപ്പോൾ ആര്യന് എന്നോടുള്ള ദേഷ്യം മാറിയോ? ശീതൾ വിടർന്ന കണ്ണുകളോടെ ചോദിച്ചു. നീ ചുമ്മാ വായിട്ടലയ്ക്കാതെ ഇങ്ങോട്ട് വരാൻ നോക്ക്, എനിക്കൊന്ന് ഫ്രഷ് ആകാനുള്ളതാണ്. ആര്യൻ മുഷിച്ചിലോടെ പറഞ്ഞു കേട്ടും അവൾ പിന്നെയൊന്നും മിണ്ടിയില്ല. മതി ആര്യ, നമുക്ക് താഴെ പോകാം. ശീതൾ നിരാശമുറ്റിയ മുഖത്തോടെ പറഞ്ഞു. അത് കണ്ടിട്ടും അത് ശ്രദ്ധിക്കാത്ത പോലെ ആര്യൻ മുൻപേ നടന്നു. താഴെ വിഷ്ണുവിൻ്റെ അടുക്കൽ വരുത്തി തീർത്ത ഒരു ചിരിയോടെ ശീതൾ വന്നിരുന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ദശുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് ശീതൾ സ്നേഹത്തോടെ ചോദിച്ചു. ഇപ്പം അങ്ങനെ കുഴപ്പമൊന്നുമില്ല ചേച്ചി, പിന്നെ സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലെന്നേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ ഇത്രയും ആളുള്ളത് കൊണ്ട് ആ കാര്യത്തിൽ പേടിക്കാനൊന്നുമില്ല. ദശു പറഞ്ഞിട്ട് ശീതളൊന്ന് തലയാട്ടി. നമുക്ക് പോകാമോ വിഷ്ണു? എനിക്ക് ചെറിയൊരു തലവേദന.
ശീതൾ നെറ്റിയിൽ പിടിച്ചുകൊണ്ട് അടുത്തിരിക്കുന്ന വിഷ്ണുവിനോട് പറഞ്ഞു. മെഡിസിൻ എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടുന്ന് തരാൻ ചേച്ചി. ശീതൾ പറഞ്ഞു കേട്ടതും ദേഷ്യമുള്ള മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഏയ് വേണ്ടടാ, ഇതിനിപ്പോൾ വീട്ടിൽ പോയി ഇന്ന് കിടന്നാലേ മാറൂ. എനിക്ക് എവിടെയെങ്കിലും യാത്ര ചെയ്താൽ ഈ തലവേദനയുള്ളതാണ്. ശീതളൊന്ന് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ എന്തായാലും അടുത്ത കാലത്തൊന്നും കോളേജിലേക്ക് വരുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഇതുപോലെ ഇങ്ങോട്ട് ഇറങ്ങണം കേട്ടോ വിഷ്ണുവേട്ടാ. എത്ര ദിവസമെന്ന് കരുതിയാ വീട്ടിലുള്ളവരുടെ മുഖം തന്നെ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നത്. തേച്ചി കുസൃതിയോടെ പറഞ്ഞു കേട്ടതും അവൻ ചിരിച്ചുകൊണ്ട് സമ്മതം പറഞ്ഞു. ശീതളയും കൂട്ടി അവിടെ നിന്നും പുറത്തേക്ക് നടക്കുമ്പോൾ വിഷ്ണു ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി. അപ്പോൾ ഇറക്കി തെച്ചുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനെ നോക്കിയിരിക്കുകയാണ്. അത് കണ്ട് നഷ്ടബോധത്തോടെ വിഷ്ണു ഒന്ന് ചിരിച്ചു. എടാ പതുക്കെ, അല്ലെങ്കിൽ ഇങ്ങോട്ട് മാറി, ഞാൻ ചെയ്തോളാം. രാത്രി ദച്ചുവിന് തലമുടി ഉടക്കെടുക്കുന്ന എറിക്കിൻ്റെ അടുത്തിരുന്നുകൊണ്ട് ആലീസ് ദേഷ്യപ്പെട്ടു. മമ്മ ഇന്ന് പോയി. ഞാൻ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ദക്ഷയുടെ മുടി കെട്ടിക്കൊടുക്കുന്നത്. അവൾക്ക് വേദനിക്കാതെ ചെയ്തു കൊടുക്കാൻ എനിക്കറിയാം. എറിക്ക് പറഞ്ഞുകൊണ്ട് അവർ ഇന്ന് ദേഷ്യത്തിൽ നോക്കി. ഓ, ആലീസ് മുഖം ചുളിച്ചുകൊണ്ട് തിരിഞ്ഞിരുന്നു. ദേ ഇച്ചയുടെ ഫോൺ. ഏട്ടത്തിയാണ്. ദച്ച് തൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു. അത് നോക്കിക്കൊണ്ട് ഇറക്കി കോൾ എടുത്തു. എടാ, പെണ്ണിനെ കൊണ്ട് ഞാൻ തോറ്റു. എൻ്റെ പുറകെ നടന്ന് എന്തൊരു ശല്യമാണെന്നറിയാമോ? അവൾക്ക് നിൻ്റെ നമ്പർ വേണമെന്ന്. ഫോൺ എടുത്ത ഉടനെ പാർവതി പറഞ്ഞു കേട്ടും ഇറക്കി പുരുകൻ ചുളിച്ചു. നീ ദാടകാര്യമാ പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ലല്ലോ. ഓ, നമ്മുടെ കോളേജിലെ പ്രിൻസിപ്പാളല്ലേ, അയാളുടെ മകളുടെ കാര്യമാണ് പറഞ്ഞത്. ആ പ്രകൃതി. പാർവതി ദേഷ്യത്തോടെ പറഞ്ഞു കേട്ടും എറിക്കിൻ്റെ അടുത്തിരുന്ന് ഇത് കേട്ട ദേഷ്യം തിരിഞ്ഞു നോക്കി. അങ്ങനെ ആരെങ്കിലും വന്ന് എൻ്റെ നമ്പർ കേട്ടാൽ അതൊക്കെ എടുത്തു കൊടുക്കാൻ നിൽക്കുവാണോ നീ? നിനക്കറിയില്ല എന്ന് തറപ്പിച്ചു പറയണം. ചുമ്മാ ഈ കാര്യത്തിനാണോ നീ എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചത്? എറിക്ക് അല്പം ദേഷ്യത്തിൽ ചോദിച്ചു. എൻ്റെ കയ്യിലില്ലെന്ന് ഞാൻ ഒത്തിരി വട്ടം പറഞ്ഞതാണ്. പക്ഷെ നമ്മൾ ഫ്രണ്ട്സാണെന്ന് അവൾ അറിഞ്ഞു. അതായിപ്പോൾ എൻ്റെ പിന്നാലെ കൂടിയിരിക്കുന്നത്. എനിക്ക് ആ പെണ്ണ് വല്ലാത്ത തലവേദനയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പോലും സമ്മതിക്കുന്നില്ല. പാർവതി പരാതി പോലെ പറഞ്ഞു. ഞാനിപ്പോൾ ദേവേട്ടന് കൊടുക്കാം. എറിക്ക് പറഞ്ഞുകൊണ്ട് ദേവന് നേരെ ഫോൺ നീട്ടി. ദേവേട്ടനോട് പാർവതിക്ക് സംസാരിക്കണമെന്ന്. ദേവേട്ടൻ്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന് എറിക്ക് പറഞ്ഞു കേട്ട് മറുവശത്തിരുന്ന പാർവതി കണ്ണു മേഴിച്ചു. എടാ, അതിന് ഞാനെപ്പോഴാണ് ദേവേട്ടന് ഫോൺ കൊടുക്കാൻ പറഞ്ഞത്? പക്ഷേ അവൾ ചോദിക്കുന്നത് ശ്രദ്ധിക്കാതെ എറിക്ക് ഫോൺ ദേവൻ്റെ കയ്യിൽ കൊടുത്തു. ചുറ്റും ഇരിക്കുന്നവരെ നോക്കി നിൽക്കാതെ കൊച്ചിനോട് സംസാരിച്ചിട്ട് വാടാ. ഫോൺ കയ്യിൽ വാങ്ങി പിടിച്ചുകൊണ്ട് ചുറ്റും ഇരിക്കുന്നവരെ നോക്കിയിരുന്ന ദേവനോട് മാധവ് ഒരു ചിരിയോടെ പറഞ്ഞതും അത് കേട്ടതും ദേവൻ ഫോണും കൊണ്ട് പുറത്തേക്കിറങ്ങി. അത് എൻ്റെ പേഴ്സണൽ ഫോണാണ്. അതുകൊണ്ട് തന്നെ ഒഫീഷ്യൽ കോൾസ് ഒന്നും വരില്ല. ദേവേട്ട സംസാരിച്ചിട്ട് റൂമിൽ വെച്ചോളൂ. ഞാൻ ഫോൺ നാളെ വാങ്ങിച്ചോളാം. ദേവൻ ഫോൺ കൊണ്ട് അവൻ്റെ റൂമിലേക്ക് പോകാൻ നേരം എറിക്ക് വിളിച്ചു പറഞ്ഞു. ശ്രീയേട്ടാ, എനിക്ക് ഉറക്കം വരുന്നു. എന്നെ ഇന്ന് റൂമിൽ കൊണ്ടുപോകുമോ? എറിക്ക് തലമുടിയെല്ലാം കെട്ടിക്കഴിഞ്ഞെന്ന് മനസ്സിലായതും ദച്ചു സ്ത്രീക്ക് നേരെ തിരിഞ്ഞിരുന്നുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് എറിക്ക് സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കിയെങ്കിലും അവൾ അവനെ നോക്കാൻ പോലും തയ്യാറായില്ല. മോളെന്നാ ഈ ഗുളിക കഴിച്ചിട്ട് കിടന്നോ. കുറച്ച് കഴിയുമ്പോൾ മമ്മ റൂമിലേക്ക് വന്നോളാം. ലക്ഷ്മി ദച്ചുവിന് കഴിക്കാൻ ഗുളിക കൊടുത്തുകൊണ്ട് പറഞ്ഞു കേട്ടതും അവൾ ചെറുതായിന്ന് മോളി. ഞാൻ കൊണ്ടു കിടത്താം ശ്രീ. എറിക്ക് ശ്രീയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. ശ്രീയേട്ടാ, എന്നെ റൂമിൽ കൊണ്ടുപോയി കിടത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യ്. ഇല്ലെങ്കിൽ കാല് വൈന്ന് നോക്കാതെ ഞാൻ ഒറ്റയ്ക്ക് നടന്നു പോകും. ദച്ചു വാശിയോടെ പറഞ്ഞു കേട്ടതും ശ്രീ എറിക്കിനെ എന്ന് നോക്കി. പിന്നെ ദച്ചുവിനെയും എടുത്ത് അവളുടെ റൂമിലേക്ക് നടന്നു. അത് കണ്ട് ഇറക്കി ദേഷ്യത്തോടെ എഴുന്നേറ്റ് അവിടെ പുറകെ പോയി. ഇനിയിപ്പോൾ താൻ നമ്മുടെ റൂമിൽ കിടന്നോടൂ. ഈ ചെറിയ സമയം കൊണ്ട് ദച്ചോട്ടൻ ഇറക്കിനോട് പിണങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ പിണക്കം തീർക്കാതെ അവർ റൂമിൽ നിന്നും പുറത്തിറങ്ങില്ല. വെറുതെ തൻ്റെ ഉറക്കം കളയാൻ നിൽക്കണ്ട. ദച്ചുവിൻ്റെ റൂമിലേക്ക് ഇറക്കി കയറി പോകുന്ന കണ്ടതും മാധവൻ ചിരിയോടെ ലക്ഷ്മിയോട് പറഞ്ഞു. അതിനിപ്പോൾ പിണങ്ങാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? പാർവതി മോൾ ഫോൺ ചെയ്തപ്പോൾ എന്താ സംസാരിച്ചത്? അത് കഴിഞ്ഞാണ് ദച്ചുവിൻ്റെ ഭാവം മാറിയത്. ലക്ഷ്മി ആലോചനയോടെ പറഞ്ഞു. എന്തായാലും നമ്മളൊന്നും ഇടപെട്ടിട്ട് കാര്യമില്ല. ചിലപ്പോൾ ഇടപെടാൻ പോകുന്ന നമ്മൾ നാണം കെടും. ആലീസ് പറഞ്ഞു കേട്ടതും എല്ലാവരും അതിനെ അനുകൂലിച്ചു. ശ്രീയേട്ടാ, ആ ബെഡ്ഷീറ്റ് ഒന്ന് പുതപ്പിച്ചു തന്നേ. എറിക്ക് റൂമിൽ കയറി വന്നത് കണ്ടിട്ടും ദച്ചു അത് ശ്രദ്ധിക്കാതെ ശ്രീയോട് പറഞ്ഞു. അവനൊരു ചിരിയോടെ ബെഡ്ഷീറ്റ് കയ്യിലെടുത്തുകൊണ്ട് അവളെ നന്നായി പുതപ്പിച്ചു കൊടുത്തു. ഗുഡ് നൈറ്റ് ദച്ചുട്ടാ. ശ്രീ ദച്ചുവിൻ്റെ നെറ്റിയിൽ പതിയെന്ന് ചുംബിച്ചുകൊണ്ട് അവളെ കവിളൊന്ന് തഴുകി. ഗുഡ് നൈറ്റ് ശ്രീയേട്ടാ. തിരിച്ച് ദച്ചുവും പറഞ്ഞതും ഒരു ചിരിയോടെ അവൻ പുറത്തേക്കിറങ്ങി. ദക്ഷ, എന്താ നിനക്ക് പറ്റിയത്? കുറച്ച് നേരം വരെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. കണ്ണടച്ച് കിടക്കുന്ന ദച്ചുവിനെ നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ എറിക്ക് ചോദിച്ചു. ഡി, നിന്നോടാ ഞാൻ ചോദിച്ചത്. എറിക്ക് ഡോർ ലോക്ക് ചെയ്തുകൊണ്ട് അല്പം ദേഷ്യത്തിൽ ചോദിച്ചു. എല്ലാ പെണ്ണുങ്ങളും ഫോൺ നമ്പർ വാങ്ങാൻ മാത്രം ഇച്ചാരാ? ദച്ചു കണ്ണു കൂർപ്പിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. നീ ഇത് എന്തൊക്കെയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എറിക്ക് ബെഡിൽ അവളുടെ അടുത്തായിരുന്നു. ഞാൻ പറഞ്ഞത് ആ പ്രകൃതിയുടെ കാര്യമാണ്.
ആളിപ്പോൾ ഇച്ചയുടെ പുറകെയാണെന്നുള്ള കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ചോദിച്ചത്. തെച്ചി മുഖം വീർപ്പിച്ചു. ഓ, ഇതായിരുന്നോ കാര്യം? എരിക്ക് അവളെ വീർത്ത് നിൽക്കുന്ന മുഖത്തേക്ക് നോക്കി ചിരിയോടെ ചോദിച്ചു. ആ, ഇത് തന്നെയാ കാര്യം. അവൾ അവന് മുഖം കൊടുക്കാതെ പറഞ്ഞു. അവളെ നമ്പർ ചോദിച്ചതിന് ഞാനെന്ത് ചെയ്യാൻ ദക്ഷ? ഞാനായിട്ട് നമ്പറൊന്നും കൊടുത്തില്ലല്ലോ. എറിക്ക് അവളെ അടുത്തായി കിടന്നുകൊണ്ട് പറഞ്ഞു. എനിക്കൊന്നും കേൾക്കണ്ട, എനിക്ക് നല്ലോണം ഉറക്കം വരുന്നു. ദച്ചു കണ്ണുകൾ അടച്ചുകൊണ്ട് കിടന്നു. എന്നോടുള്ള പിണക്കമെല്ലാം തീർത്തതിന് ശേഷം നീ ഉറങ്ങിയാൽ മതി. എറിക്ക് വേദനിപ്പിക്കാതെ അവളുടെ മുഖം തനിക്ക് നേരെ തിരിച്ചു പിടിച്ചുകൊണ്ട് ചെറിയ ചിരിയോടെ പറഞ്ഞു. അതിന് ഞാൻ പിണങ്ങിയതൊന്നുമില്ല. തെച്ചി വീണ്ടും മുഖം വീർപ്പിച്ചു. ആ, അത് ഈ കവൾ കണ്ടാലും പറയും. എറിക്ക് അവളുടെ വീർത്ത് നിൽക്കുന്ന കവളൊന്ന് തഴുകി. ദച്ചു അവൻ്റെ കൈ തട്ടി മാറ്റി. ദക്ഷ, സൂക്ഷിച്ചു. കൈ ഇങ്ങനെ തട്ടി മാറ്റിൽ വേദനിക്കുന്നത് നിന്റെ കൈ തന്നെയായിരിക്കും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് കിട്ടുമേ. എറിക്ക് അവളെ നോക്കി കണ്ണോട്ടി. അല്ലെങ്കിലും മിച്ചയ്ക്ക് എന്നോട് എപ്പോഴും ദേഷ്യമാണ്, ഒരു സ്നേഹമില്ല. തെച്ചി പരിഭവത്തോടെ പറഞ്ഞു കേട്ട് അവൻ പതിയെന്ന് ചിരിച്ചു. അങ്ങനെയാണോ ദക്ഷയ്ക്ക് തോന്നുന്നേ? എറിക്ക് അവളെ നേരെ ചെരിഞ്ഞു കിടന്നുകൊണ്ട് ചോദിച്ചു. എനിക്ക് മാത്രമല്ല, കാണുന്ന എല്ലാവർക്കും അങ്ങനെയാണ് തോന്നുന്നത്. അവൾ വിട്ടുകൊടുക്കാതെ അവനോട് പറഞ്ഞു. ഞാൻ കാണുന്നവരുടെ കാര്യമൊന്നും ചോദിച്ചില്ല. ദക്ഷയ്ക്ക് അങ്ങനെയാണ് തോന്നുന്നതെന്നാണ് ചോദിച്ചത്. എറിക്ക് ഗൗരവത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അത് കണ്ടതും തെച്ചു ചെറുതായി എന്ന് പതറി. എങ്കിലും മുഖത്ത് കാണിക്കാതെ അതയുന്നതുപോലെ അവൾ തല കുലുക്കി. എന്നാൽ പിന്നെ ഈച്ച ഒത്തിരി സ്നേഹിക്കട്ടെ. ഞൊടിയിടയിൽ എറിക്ക് അവൾക്ക് മുകളിലായി കൈകുത്തി ഇന്നുകൊണ്ട് ചോദിച്ചു കേട്ടതും തെച്ചു കണ്ണും വീഴ്ചുകൊണ്ട് അവനെ നോക്കി. അവളുടെ ശരീരത്തിൽ ഒരു ഇഞ്ചി പോലും തൊടാതെയാണ് അവൻ്റെ നിൽപ്പ്. അങ്ങനെ നിന്നിട്ടും എറിക്കിന് പ്രത്യേകിച്ചൊരു അസ്വസ്ഥതയും തോന്നുന്നില്ലെന്ന് ഓർത്തുകൊണ്ട് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കിടന്നു. പറദക്ഷ, എൻ്റെ കൊച്ചിനെ ഒന്ന് സ്നേഹിക്കട്ടെ എന്ന്. എറിക്കിൻ്റെ കണ്ണ് അവളുടെ മുഖത്തോടെ ഓടി നടന്നു. പിന്നെ അത് അവളെ തൊടുത്ത ചുണ്ടിൽ തങ്ങി നിന്നു. അയ്യോ വേണ്ടിച്ച, എനിക്ക് വയ്യാത്തതല്ലേ. എറിക്കിൻ്റെ നോട്ടം കണ്ടതും പേടിയോടെ അവൾ വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ സ്നേഹിക്കാൻ സമ്മതിക്കാതെ ഇരുന്നിട്ട് എനിക്ക് സ്നേഹമില്ലെന്ന് പറയുന്നത് ശരിയാണോ ദക്ഷ? എറിക്ക് കുസൃതിയോടെ ചോദിച്ചു കേട്ട് അവളിൽ നിന്നും ഇറങ്ങിക്കിടന്നു. അത് കണ്ടതും തെച്ചു പിടിച്ചു വെച്ച ശ്വാസമൊന്ന് നേരെ വിട്ടു. പേടിച്ചു പോയോ? ദച്ചുവിൻ്റെ വീർപ്പ് പൊടിഞ്ഞു നിൽക്കുന്ന മുഖത്തു നിന്നും കണ്ണ് മാറ്റിക്കൊണ്ടൊരു ഇളം ചിരിയോടെ അവൻ ചോദിച്ചു. കുറച്ച്. ദച്ചു ഒരു ചമ്മലോടെ പറഞ്ഞു. അപ്പോൾ ഇനി ഇതുപോലെ പറയോ? ദച്ചുവിന് ചെവിക്കരികിൽ അവളെ കുഞ്ഞു കുഞ്ഞു മുടികൾ ഒതുക്കി വെച്ചുകൊണ്ട് ഇറക്കി ചോദിച്ചതും അവളില്ലെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണിറക്കി അടച്ചു. എന്തേ, ഉറക്കം വന്നോ? അവളുടെ കൺപിലിൽ വിരൽ കൊണ്ട് തട്ടി ഇറക്കി ചോദിച്ചതും ദച്ചു കണ്ണുകൾ വലിച്ചു തുറന്നു. ഏയ്, ഞാൻ വെറുതെ. അവൻ്റെ നോട്ടം താങ്ങാൻ വയ്യാത്തതുപോലെ ഇറക്കിയിൽ നിന്നും കണ്ണ് മാറ്റിക്കൊണ്ട് പതിയെ ദച്ചു പറഞ്ഞു. എൻ്റെ കാര്യത്തിൽ ദക്ഷയ്ക്ക് സംശയമുണ്ടോ? ഞാൻ മറ്റാരെങ്കിലും സ്നേഹിക്കുമെന്നൊക്കെ? എറിക്ക് അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്തിനേച്ച ഇങ്ങനെ പറയുന്നേ? എനിക്കിച്ച എങ്ങനെയാണെന്ന് അറിയാലോ. പിന്നെ നേരത്തെ ഞാൻ പിണങ്ങിയത് അത് ചുമ്മാ. എനിക്കിപ്പോൾ ദേഷ്യം വന്നിട്ടാണ്. തെച്ചു പറഞ്ഞു കേട്ട് അവൻ്റെ പൊരിക്കും വന്ന് ചുളിഞ്ഞു. അങ്ങനെ ആരെങ്കിലും കണ്ട് മനസ്സ് മാറാനായിരുന്നുവെങ്കിൽ ഇത്രയും വർഷം ഈ മുഖം എൻ്റെ മനസ്സിൽ കൊണ്ട് നടക്കേണ്ട ആവശ്യം എനിക്കില്ലല്ലോടാ. എറിക്ക് അവളുടെ കവളിൽ കൈ അമർത്തിക്കൊണ്ട് പറഞ്ഞു കേട്ടും തെച്ചു വിടർന്ന് നിൽക്കുന്ന കണ്ണുകളോടെ അവനെ നോക്കി. ഈ കണ്ണ് മുതൽ ഈ കണ്ണിലെ പെടച്ചിൽ വരെ എനിക്ക് അത്രയും വേണ്ടപ്പെട്ടതാണ്, എനിക്ക് അത്രയ്ക്കും സ്പെഷ്യലാണ്. അവളുടെ ചെവിയിലായി പതിഞ്ഞ സ്വരത്തിൽ എറിക്ക് പറഞ്ഞ് കേൾക്കെ ദച്ചു അത് തോൾ വെട്ടിച്ചുകൊണ്ട് അവനെ അതിശയത്തോടെ നോക്കി. ഇന്ന് വരെ ഇതുപോലെയൊന്നും മനസ്സ് തുറന്നിട്ടില്ല എറിക്ക്. അതിൻ്റെ ഒരു അവശ്വസനീയത ഉണ്ടായിരുന്നു അവൾക്ക്. എന്താ ഇങ്ങനെ നോക്കുന്നേ? എറിക്ക് ദച്ചുവിൻ്റെ നോട്ടം കണ്ടതും ചെറിയ ചിരിയോടെ ചോദിച്ചു. അല്ല, ഇത് എൻ്റെ ഇച്ഛ തന്നെയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് നോക്കിപ്പോയതാണ്. അവൾ കുസൃതിയോടെ പറഞ്ഞു കേട്ട് അവൻ പതിയെ ദച്ചുവിൻ്റെ മൂക്കിൽ പിടിച്ചൊന്ന് വലിച്ചു. മറ്റാരോടും അല്ലല്ലോ, എൻ്റെ കൊച്ചിനോടല്ലേ. അവൻ പതിയെ ദച്ചുവിൽ നിന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു. ഇങ്ങനെ തലോടിയ ഞാൻ ഉറങ്ങിപ്പോയിച്ച. പിന്നെ റൊമാൻസിക്കാനൊന്നും ഇച്ചയ്ക്ക് പറ്റില്ല കേട്ടോ. എറിക്ക് തലയിലൂടെ തലോടുന്ന നോക്കി ഒരു ചിരിയോടെ അവൾ പറഞ്ഞു. ഉറക്കം വരുന്നെങ്കിൽ ഉറങ്ങിക്കോ, റൊമാൻസ് എല്ലാം ഞാൻ പിന്നെ ചെയ്തോളാം. അവനുള്ള കാതിലായി പറഞ്ഞു കെട്ടി ദച്ചു ഒന്ന് തല തിരിച്ചു വെച്ചു. രാത്രി എന്തെങ്കിലും ആവശ്യം വന്നാലും പേടിക്കണ്ട, മമ്മയും ലക്ഷ്മയും കാണും ഇവിടെ കേട്ടോ. എറിക്കിന് മറുപടി കൊടുക്കുമ്പോൾ ദച്ചുവിൻ്റെ കവളിലൂടെ അവൻ്റെ കൈ നിഴഞ്ഞിറങ്ങി. കുറച്ച് കഴിഞ്ഞതും ദച്ചുവിൻ്റെ കണ്ണുകൾ ആലസ്യത്തോടെ അടഞ്ഞു വരുന്നത് ഒട്ടൊരു ഇഷ്ടത്തോടെ അവൻ നോക്കിയിരുന്നു. അവളുടെ കണ്ണുകൾ പൂർണ്ണമായും അടഞ്ഞതും ദച്ചുവിൻ്റെ കവളിലും നെറ്റിയിലും പതിയെ ചുംബിച്ചുകൊണ്ട് എറിക്ക് പുറത്തേക്കിറങ്ങി. അവൻ നോക്കുമ്പോൾ റൂമിന് പുറത്ത് അവൻ കൽപ്പിച്ച് നോക്കിക്കൊണ്ട് ആലിസ് നിൽക്കണം. കൂടെ ചെറിയ പുഞ്ചിരിയോടെ ലക്ഷ്മിയും. ഇതെന്താ മമ്മ എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത്? ഇതുകൊണ്ടൊന്നും ഞാൻ പേടിക്കില്ലെന്നറിയില്ലേ? എറിക്ക് ആലിസിൻ്റെ മൂക്കിൽ നിന്ന് തട്ടിക്കൊണ്ട് ചോദിച്ചു കേട്ടതും അവർ മുഖം കൂട്ടി. എനിക്ക് ഉറക്കം വരുന്നു, നീ അങ്ങോട്ട് മാറി ചെറുക്ക. റൂമിന് മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കാതെ
ആലീസ് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി. അവൾ ഉറങ്ങില്ലേ ചുമ? രാത്രിയിൽ ഉണരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എറിക്ക് ലക്ഷ്മിയോട് പറഞ്ഞു കേട്ടതും അവർ ചിരിയോടെ തല കുലുക്കി. എങ്കിൽ പിന്നെ എൻ്റെ മോൻ പോയി കിടന്നുറങ്ങാൻ നോക്ക്. ഇവിടെ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോനെ വിളിക്കാം. ലക്ഷ്മി അവൻ്റെ കവിളിൽ നിന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു കേട്ടതും ഒരു ഗുഡ് നൈറ്റും പറഞ്ഞുകൊണ്ട് എറിക്ക് മുകളിലുള്ള തൻ്റെ റൂമിലേക്ക് നടന്നു. എറിക്കിൻ്റെയാണ് നീ എന്ന് കരുതി അങ്ങനെ അങ്ങ് എനിക്ക് നിന്നെ ഉപേക്ഷിച്ച് കളയാൻ പറ്റുമോ ദക്ഷിണ? അതിനു വേണ്ടിയാണോ നിന്നെ കണ്ട നാൾ മുതൽ ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്നത്? ഫോണിലുള്ള ദേജുവിനെ ഫോട്ടോ നോക്കിക്കൊണ്ട് അവൻ തിളങ്ങുന്ന കണ്ണുകളോടെ പറഞ്ഞു. എപ്പോഴും എനിക്ക് നിൻ്റെ അടുത്തിരിക്കണം, കാണണമെന്നൊക്കെയുണ്ട്. പക്ഷെ സാഹചര്യം കൊണ്ട് ഒന്നും നടക്കുന്നില്ല. എന്തായാലും ആ വയ്യാകിയെല്ലാം മാറട്ടെ. അപ്പം ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാം, ദൂരെ എവിടേക്കെങ്കിലും. ഇവിടെയുള്ളവരുടെ കണ്ണിൽപ്പെടാത്ത ഒരുപാട് ദൂരെയുള്ള സ്ഥലത്തേക്ക്. അവൻ പിറുപിറുത്തുകൊണ്ട് ബെഡിലായി കിടന്നു. അവൻ്റെ ഓരോ പുലമ്പലിലും തെച്ചുവായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത്.